So next bilinear transformation stability preserve ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യണം. So impulse invariant method ആണെങ്കിൽ bilinear transformation method ആണെങ്കിൽ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്യുന്നത് അനലോഗ് ഫിൽറ്ററിന് ഒരു സ്റ്റേബിൾ അനലോഗ് ഫിൽറ്ററിന് ഒരു സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും ഇതുപോലെ സ്റ്റേബിൾ അനലോഗ് ഫിൽറ്ററിനെ സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കിയാൽ എസ് പ്ലെയിൻ എസിനെയും ഇസഡിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ഫോർമുല ഇൻ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ എന്താണ് റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു 2/t ഇൻറ്റു 1 മൈനസ് ഇസ് റൈസ് ടു മൈനസ് 1/1 പ്ലസ് ഇസ് റൈസ് ടു മൈനസ് 1. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? എസ് ഇസ് ഈക്വൽ ടു 2/t ഇൻറ്റു ഇതിന് മുകളിലും താഴെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് എഴുതാം? ഇസഡ് മൈനസ് 1/z+1 എന്ന് എഴുതാം. ഇസഡിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? r e raised to j omega. എസിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? സിഗ്മ പ്ലസ് j omega. ഇത് സ്മോൾ ഒമേഗ, ഇത് ക്യാപിറ്റൽ ഒമേഗ. ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസി ആണ്. ഇത് ഏതാണ്? അനലോഗ് ഫ്രീക്വൻസി. ഇസഡിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? r e raised to j omega കൊണ്ട് റീപ്ലേസ് ചെയ്തു. e raised to j theta എന്താണ്? cos theta plus j sin theta. അപ്പൊ e raised to j omega എന്ത് വരും? cos omega plus j sin omega. cos omega വരുമ്പം r cos omega plus j sin omega വരുമ്പം jr sin omega. പിന്നുള്ളത് -1. താഴെ ഇതുപോലെ തന്നെ r ഇൻറ്റു cos omega plus j sin omega, r cos omega. പിന്നെ എന്താ പറയുക? j sin omega വരുമ്പോൾ jr sin omega. പിന്നെ ഒരു +1 ഉള്ളത് +1. ഇനി അടുത്തത് മുകളിലും താഴെയും r cos omega +1 മൈനസ് jr sin omega. സെയിം ടേം കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ആണ്. ഇനി താഴെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ a പ്ലസ് ജെ ബി ഇൻറ്റു a മൈനസ് ജെ ബി ഫോമിലാണ്. എക്ക് പകരം ദാണ്ട് ഈ ടേം r cos omega +1, ബിക്ക് പകരം ഏത് ടേം ആണ്? r sin omega. സോ a പ്ലസ് ജെ ബി ഇൻറ്റു a മൈനസ് ജെ ബി ഫോമിലാണ്. a പ്ലസ് ജെ ബി ഇൻറ്റു a മൈനസ് ജെ ബി എന്താണ്? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എക്ക് പകരം ഇത്, സോ r cos omega +1 the whole square. ബിക്ക് പകരം r sin omega, സോ r സ്ക്വയർ sin സ്ക്വയർ ഒമേഗ. മുകളിലുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. സോ മുകളിലുള്ള ടേംസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. താഴെ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമിലായി. സോ എക്ക് പകരം r cos omega +1 the whole square പ്ലസ് ബിക്ക് പകരം r സ്ക്വയർ sin സ്ക്വയർ ഒമേഗ. ഇനി ഇവിടെ താഴെ ഇത് ഏതാണ്? a പ്ലസ് ബി the whole square ഫോമിലാണ്. അപ്പൊ a സ്ക്വയർ എന്നുള്ള രീതിയിൽ 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ r സ്ക്വയർ cos സ്ക്വയർ ഒമേഗ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 into r cos omega into 1. സോ ഇത് a പ്ലസ് ബി the whole square, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ആ ഫോമിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി പ്ലസ് r സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ. ഇനി ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ജെ ടേം ഇല്ലാത്തത് റിയൽ പാർട്ട്. അപ്പൊ ഇത്രയും വരും റിയൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ പാർട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? r സ്ക്വയർ cos സ്ക്വയർ ഒമേഗ. ഇവിടെ ഒരു കാര്യം നോക്കിയാൽ r സ്ക്വയർ cos സ്ക്വയർ ഒമേഗയും r സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗയും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? r സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് cos സ്ക്വയർ ഒമേഗ. അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ r cos സ്ക്വയർ ഒമേഗ r സ്ക്വയർ cos സ്ക്വയർ ഒമേഗയും r സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് r സ്ക്വയർ എന്ന് കിട്ടും. കാര്യം സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് cos സ്ക്വയർ ഒമേഗ എന്താണ്? 1. സോ r സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് r സ്ക്വയർ. ഇവിടെ ഇതുപോലെ തന്നെ ദാണ്ട് cos സ്ക്വയർ ഒമേഗയും സൈൻ സ്ക്വയർ ഒമേഗയും ഉണ്ട്. സോ അതെന്തായിട്ട് പോകും? 1 ആയിട്ട് പോകും. സോ 1 പ്ലസ് r സ്ക്വയർ 2r cos ഒമേഗ. ഇത് ഏതാണ്? റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്താ? ജെ കൂടുള്ള ടേം ആണ് ഇമാജിനറി പാർട്ട്. സോ 2r sin ഒമേഗ ഡിവൈഡഡ് ബൈ പിന്നെ താഴെയുള്ള ഡിനോമിനേറ്റർ ഫുൾ. സോ 2r sin ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് r സ്ക്വയർ പ്ലസ് 2r cos ഒമേഗ. cos സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ എന്തായിട്ട് പോയി? 1 ആയിട്ട് പോയി. സോ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ജെ ടേം ഇല്ലാത്തത് ഇത് ഇത്രയും കൂടെ. പിന്നെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ജെ ടേമിന്റെ കൂടെ ഉള്ളത്. സോ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. നമുക്ക് എഴുതാം എസ് എന്താണ്? സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. സിഗ്മ എന്ന് പറയുന്ന റിയൽ പാർട്ട്, ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്? ഇമാജിനറി പാർട്ട്. സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2/t ഇൻറ്റു r സ്ക്വയർ മൈനസ് 1/1 പ്ലസ് r സ്ക്വയർ പ്ലസ് 2r cos ഒമേഗ. ഒമേഗ ഇമാജിനറി പാർട്ട് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2/t ഇൻറ്റു ഇത് ഇത്രയും ജെയുടെ കൂടുള്ള ടേം ഏതാണ്? 2r sin ഒമേഗ ബൈ 1 പ്ലസ് r സ്ക്വയർ പ്ലസ് 2r cos ഒമേഗ. സോ ഇതാന്ന് പറയുന്നത് സിഗ്മ, ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഒമേഗ. ക്യാപിറ്റൽ ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്? അനലോഗ് ഫ്രീക്വൻസി.
So ഇവിടെ നമ്മൾ സിഗ്മയുടെ വാല്യൂ എടുത്ത് എഴുതിയിട്ടുണ്ട്, ഒമേഗയുടെ വാല്യൂ എഴുതിയിട്ടുണ്ട്. സിഗ്മ എന്ന റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയത്. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ആറിന്റെ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ, ആറിന്റെ വാല്യൂ 1 കൊടുക്കുക മീൻസ് യൂണിറ്റ് സർക്കിൾ. ആറിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 1 - 1 0, സിഗ്മയുടെ വാല്യൂ 0 ആവുന്നു. സിഗ്മയുടെ വാല്യൂ 0 ആവുക മീൻസ് എന്താണ് മീനിങ്? ജെ ഒമേഗ ആക്സസ്. അപ്പൊ ജെ ഒമേഗ ആക്സസ് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? r = 1 യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു. എസ് പ്ലെയിനിലുള്ള ജെ ഒമേഗ ആക്സസ് ഇസഡ് പ്ലെയിനിലുള്ള യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഇനി ആറിന്റെ വാല്യൂ <1 ആണെങ്കിൽ, ആറിന്റെ വാല്യൂ <1 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? റേഡിയസ് <1, ദാറ്റ് ഈസ് ഇൻസൈഡ് യൂണിറ്റ് സർക്കിൾ. എങ്കിൽ നമുക്ക് സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഇവിടെ ആറിന്റെ വാല്യൂ <1 ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് കിട്ടും. ദാറ്റ് മീൻസ് സിഗ്മ <0. സിഗ്മ <0 എന്ന് വെച്ചാൽ ഏത് പ്ലെയിൻ ആണ്? ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? r <1. യൂണിറ്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആയിട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ഇൻ എസ് മാപ്സ് ഇൻടു ദ ഇൻസൈഡ് ഓഫ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ സെഡ് പ്ലെയിൻ. ഇനി ആറിന്റെ വാല്യൂ >1 ആണെങ്കിലോ? ആറിന്റെ വാല്യൂ >1 മീൻസ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ. റേഡിയസ് >1, സോ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ. അപ്പൊ സിഗ്മയുടെ വാല്യൂ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. സിഗ്മ >0, അതായത് റൈറ്റ് ഹാഫ് പ്ലെയിൻ. സോ റൈറ്റ് ഹാഫ് പ്ലെയിൻ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ. അപ്പം എന്തൊക്കെയാണ് വന്നത്? ജെ ഒമേഗ ആക്സിസ് യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു, റൈറ്റ് ഹാഫ് പ്ലെയിൻ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്നു. അതായത് സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറയാം? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് പ്രിസർവ്സ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. അതായത് അനലോഗ് ഫിൽറ്ററിന്, സ്റ്റേബിൾ അനലോഗ് ഫിൽറ്ററിന് അത് എന്ത് തന്നെ ആക്കി മാറ്റും? സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും ആര്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. ഇവിടുത്തെ നമുക്ക് ഈ ഒമേഗ വാല്യൂ, അതായത് അനലോഗ് ഫ്രീക്വൻസിയാണ് ക്യാപിറ്റൽ ഒമേഗ. ക്യാപിറ്റൽ ഒമേഗയുടെ എക്സ്പ്രഷനിൽ ഇതിൽ r = 1 എടുക്കാം. യൂണിറ്റ് സർക്കിൾ r = 1. ഈ എക്സ്പ്രഷനിൽ r = 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഒമേഗ = 2/t sin omega by 1 plus cos omega എന്ന് പറഞ്ഞു കിട്ടും. sin 2θ എന്താണ്? 2 sin θ cos θ. ഇവിടെ sin 2 omega അല്ല, sin omega ആണ്. അപ്പൊ എന്ത് കിട്ടും? 2 sin omega by 2 cos omega by 2 divided by നമുക്കറിയാം 1 plus cos 2θ എന്താണ്? 2 cos square θ ആണ്. 1 plus cos 2θ എന്ന് പറയുന്നത് 2 cos square θ. പക്ഷെ ഇവിടെ 1 plus cos 2 omega ഇല്ല, omega ഉള്ളു. അപ്പൊ എന്ത് കിട്ടും? 2 cos square omega by 2. ഇവിടെ cos omega by 2 ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/t tan omega by 2 എന്ന് പറഞ്ഞു കിട്ടും. സോ 2/t tan omega by 2. അല്ലെങ്കിൽ ഇതായത് അനലോഗ് ഫ്രീക്വൻസി ക്യാപിറ്റൽ ഒമേഗ = 2/t tan സ്മോൾ ഒമേഗ by 2. ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസി, ഇതെന്ന് പറയുന്നത് ഇതാണ് അനലോഗ് ഫ്രീക്വൻസി. സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ അനലോഗ് ഫ്രീക്വൻസിനെയും ഡിജിറ്റൽ ഫ്രീക്വൻസിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? capital omega or analog frequency is equal to 2/t tan omega small omega, that means digital frequency divided by 2. Next, warping effect. Warping effect എന്ന് പറയുന്നത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഡ്രോബാക്ക് എന്തായിരുന്നു? മെനി ടു വൺ മാപ്പിംഗ് ആയിരുന്നു ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡിന്റെ ഡ്രോബാക്ക്. പക്ഷെ ആ ഡ്രോബാക്ക് എവിടെ ഇല്ല? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ ഇല്ല. ഇത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് 1-to-1 മാപ്പിംഗ് ആണ്. പക്ഷെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത്? വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അനലോഗ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി വേരിയബിൾ ക്യാപിറ്റൽ ഒമേഗ, ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി വേരിയബിൾ സ്മോൾ ഒമേഗ, രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ക്യാപിറ്റൽ ഒമേഗ = 2/t tan സ്മോൾ ഒമേഗ by 2. ഇതേതാണ് അനലോഗ് ഫ്രീക്വൻസി, ഇതേതാണ് ഡിജിറ്റൽ ഫ്രീക്വൻസി. ഹയർ ഫ്രീക്വൻസീസിനെല്ലാം ഈ പറയുന്ന റിലേഷൻ എന്തായിരിക്കും? വാലിഡ് ആയിരിക്കും. ഹയർ ഫ്രീക്വൻസീസിലോട്ടൊക്കെ പോവാണെങ്കിൽ ഈ റിലേഷൻ ആണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? ഫോർ സ്മോൾ വാല്യൂ ഓഫ് ഒമേഗ, അതായത് ലോവർ ഫ്രീക്വൻസീസിൽ. സോ ഫോർ സ്മോൾ വാല്യൂ ഓഫ് തീറ്റ നമുക്ക് എന്ത് എഴുതാം? tan theta is approximately equal to theta. തീറ്റയുടെ വാല്യൂ കുറവാണെങ്കിൽ tan theta എങ്ങനെ എഴുതാം? തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? ഫോർ സ്മോൾ വാല്യൂ ഓഫ് ഒമേഗ tan omega by 2 നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ by 2 എന്ന് എഴുതാം. ഒമേഗയുടെ വാല്യൂ കുറവ് മീൻസ് ലോ ഫ്രീക്വൻസീസിൽ tan omega by 2 എന്ന് പറയാൻ എങ്ങനെ എഴുതാം? ഒമേഗ by 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ by t, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഒമേഗ equal to സ്മോൾ ഒമേഗ by t. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഡിജിറ്റൽ ഫ്രീക്വൻസി is equal to അനലോഗ് ഫ്രീക്വൻസി into ക്യാപിറ്റൽ ടി. ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഡിജിറ്റൽ ഫ്രീക്വൻസി is proportional to അനലോഗ് ഫ്രീക്വൻസി. ഈ രണ്ട് ഫ്രീക്വൻസീസും തമ്മിൽ ഇപ്പൊ എന്ത് റിലേഷൻ ആണ്? ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് കൂടുന്നതിനനുസരിച്ച് തന്നെ മറ്റേത് കൂടുന്നു. സോ ഇതെന്താണ്? ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നു.
അപ്പോൾ smaller values of omega, low frequencies ഈ രണ്ട് frequencies തമ്മിൽ എന്ത് relation ആണ്? ഒരു linear relation ആണ്. higher frequencies ലോട്ട് പോകുമ്പോൾ ഈ relation എന്തായിട്ട് മാറുന്നു? ഒരു non linear relation. So ഇവിടെ എഴുതിയിട്ടുണ്ട് for low frequencies the relationship between capital omega analog frequency and digital frequency are linear. As a result, the digital filter has the same amplitude response as the analog filter. So low frequencies il endu relation aanu? Linear relation aanu. So ivide vare nokkumbol namukku ariyam frequency koodi varana. So ആദ്യം എല്ലാം എന്താണ്? രണ്ട് frequencies തമ്മിലുള്ള relation എന്താണ്? linear ആണ്. So linear ആവുന്നതുകൊണ്ട് തന്നെ രണ്ടിന്റെയും amplitude response same ആയിരിക്കും. analog filterന്റെ ആയാലും digital filterന്റെ ആയാലും analog amplitude response same ആയിരിക്കും. പക്ഷെ higher frequencies ലോട്ട് പോകുന്തോറും ഈ രണ്ട് frequencies തമ്മിലുള്ള relation എന്തായിട്ട് മാറുന്നു? non linear ആയിട്ട് മാറുന്നു. So അതിന് corresponding ആയിട്ട് എന്ത് introduced ആവും? distortion വരും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? warping effect എന്ന് പറയുന്നത്. ഇനി വാർപ്പിംഗ് എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ്, ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസിൽ വാർപ്പിംഗ് എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു അനലോഗ് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കാണിച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനി എന്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്? ഡിജിറ്റൽ ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന അനലോഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു 4 പാസ് ബാൻഡ്സ് ഉള്ള ഒരു അനലോഗ് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ് എടുത്തിരിക്കുന്നത്. റെഗുലർ ഇന്റർവെൽസിൽ ഈ പാസ് ബാൻഡ്സ് വരുന്നു. ഇതിനെ നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിജിറ്റൽ ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കിട്ടി. അതിൽ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പാസ് ബാൻഡ്സ് സെയിം തന്നെയാണ്. ഇവിടെ 4 തന്നെ, ഇവിടെയും നമ്പർ ഓഫ് പാസ് ബാൻഡ്സ് സെയിം തന്നെയാണ്. പക്ഷെ ഹയർ ഫ്രീക്വൻസീസിലോട്ട് പോകുന്തോറും എന്ത് കുറഞ്ഞു വരുന്നു? സെന്റർ ഫ്രീക്വൻസീസും ബാൻഡ് വിഡ്ത്തും എല്ലാം ഹയർ ഫ്രീക്വൻസീസിലോട്ട് പോകുന്തോറും റെഡ്യൂസ്ഡ് ആയിട്ട് വരുന്നു. സോ എന്ത് ഇൻട്രൊഡ്യൂസ്ഡ് ആവും? ഡിസ്റ്റോർഷൻ വരും. ഈ വാർപ്പിംഗ് എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് ഫേസ് റെസ്പോൺസിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ അനലോഗ് ഫിൽറ്ററിന്റെ ഫേസ് റെസ്പോൺസ് ആണ്. അതൊരു ലീനിയർ ഫേസ് റെസ്പോൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് അപ്ലൈ ആണ്. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിജിറ്റൽ ഫിൽറ്റർ കിട്ടി. ഇത് അനലോഗ് ഫിൽറ്റർ, അതിന്റെ ഫേസ് റെസ്പോൺസ് ലീനിയർ ആയിരുന്നു. ഇതിന് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് എന്താക്കി മാറ്റി? ഡിജിറ്റൽ ഫിൽറ്റർ ആക്കി മാറ്റി. പക്ഷെ അപ്പൊ കിട്ടുന്ന ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഫേസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ലീനിയറിറ്റി പ്രിസർവ് ചെയ്യുന്നില്ല. എന്തായിട്ട് മാറാണ്? നോൺ ലീനിയർ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് പ്രീ വാർപ്പിംഗ്. പ്രീ വാർപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാൻ തരുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി സ്മോൾ ഒമേഗ തരും. സോ ഇതിന് ആദ്യമേ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഈ പ്രീ വാർപ്പിംഗ് ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് അതിനെ എന്താക്കി മാറ്റണം? അനലോഗ് ഫ്രീക്വൻസി ആക്കി മാറ്റണം. സോ ഇത് സ്മോൾ ഒമേഗ തരും, ഡിജിറ്റൽ ഫ്രീക്വൻസി തരും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രീ വാർപ്പ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. സോ ക്യാപിറ്റൽ ഒമേഗ is equal to 2/t tan omega by 2 കണ്ടുപിടിക്കുക. പാസ് ബാൻഡിനാണെങ്കിലും സ്റ്റോപ്പ് ബാൻഡിനാണെങ്കിലും കറസ്പോണ്ടിങ് പാസ് ബാൻഡ് ഫ്രീക്വൻസി തരാണ്. ഡിജിറ്റൽ ഫിൽറ്ററിന്റെ പാസ് ബാൻഡ് ഫ്രീക്വൻസി സ്മോൾ ഒമേഗ പി തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2/t tan omega p by 2 വെച്ചിട്ട് അനലോഗ് ഫിൽറ്ററിന്റെ കറസ്പോണ്ടിങ് പാസ് ബാൻഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി ഒമേഗ എസ് വരാണെങ്കിൽ 2/t tan omega s by 2 ചെയ്തിട്ട് കറസ്പോണ്ടിങ് അനലോഗ് ഫിൽറ്ററിന്റെ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. സോ ഇതിന് എന്ത് പറയും? പ്രീ വാർപ്പിംഗ് എന്ന് പറയും. Steps to design digital filter using bilinear transformation technique. So ആദ്യം from the given specifications finding pre-warping analog frequencies using the formula capital omega is equal to 2/t tan omega by 2. ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഡിജിറ്റൽ ഫിൽറ്റർ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പൊ ഡിസൈൻ ചെയ്യേണ്ട ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി സ്മോൾ ഒമേഗ തരും. സോ ആ സ്മോൾ ഒമേഗ ഈ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കുക? അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. സോ ഡിസൈൻ ചെയ്യാനുള്ള ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി സ്മോൾ ഒമേഗ, അതിൽ നിന്ന് കറസ്പോണ്ടിങ് അനലോഗ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി ക്യാപിറ്റൽ ഒമേഗ കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ അനലോഗ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ട് അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ടുള്ള h(s) കണ്ടുപിടിക്കുക. അനലോഗ് ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ടുള്ള h(s) കണ്ടുപിടിക്കുക. h(s) കണ്ടുപിടിക്കുക. സാമ്പിളിംഗ് റേറ്റ് ഫിക്സ് സെലക്ട് ചെയ്യുക. അടുത്തത് സാമ്പിളിംഗ് റേറ്റ് t സെലക്ട് ചെയ്യുക, ക്യാപിറ്റൽ T സെലക്ട് ചെയ്യുക. ഇനി h(s) എന്താക്കി മാറ്റണം? ഫൈനലി നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ h(z) ആക്കി മാറ്റണം. h(s) നെ h(z) ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? s ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം.
അപ്പോൾ എന്തൊക്കെ ചെയ്തത് ആദ്യം ഡിജിറ്റൽ ഫ്രീക്വൻസി തരും സ്മോൾ ഒമേഗ അത് വെച്ചിട്ട് ക്യാപിറ്റൽ ഒമേഗ അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക ഈ അനലോഗ് ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s കണ്ടുപിടിക്കുക ക്യാപിറ്റൽ T സാമ്പിളിംഗ് റേറ്റ് ഫിക്സ് ചെയ്യുക h of s നെ h of z ആക്കി മാറ്റണം ഫൈനൽ സ്റ്റെപ്പിൽ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി s ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക Next problem, the normalized transfer function of an analog filter is given by h of s is equal to 1 by s square plus 1.414 s plus 1. Convert the analog filter to a digital filter with a cutoff frequency of 0.4 pi using bilinear transformation. ഇതിൽ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി 0.4 പൈ എന്നുള്ളത് എന്താക്കി എടുക്കാറുണ്ട് അനലോഗ് കട്ട് ഓഫ് ഫ്രീക്വൻസി ക്യാപിറ്റൽ ഒമേഗ സി ആയിട്ട് ഡയറക്റ്റ് കുട്ടികൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട് സോ ഇവിടെ തന്നിരിക്കുന്ന എന്താണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് convert the analog filter to a digital filter with a cutoff frequency so digital filter ന്റെ cutoff frequency ആണ് എന്തെന്ന് പറയുന്നത് 0.4 pi എന്ന് പറയുന്നത് so digital cutoff frequency small omega c is equal to എന്താണ് 0.4 pi radian per second so ഈ digital cutoff frequency നെ എന്താക്കി മാറ്റണം analog cutoff frequency capital omega c ആക്കി മാറ്റണം അതിന്റെ റിലേഷൻ എന്താണ് 2/t tan small omega c by 2 t യുടെ വാല്യൂ അവർ തരുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ t യുടെ വാല്യൂ എളുപ്പത്തിന് എന്തെടുക്കുക 1 സെക്കൻഡ് എടുക്കുക tan omega c by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.453 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഇനി ഇവിടെ തന്നിരിക്കുന്നത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s is equal to 1 by s square plus 1.414 s plus 1 so h of s എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മീനിങ് എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി 1 റേഡിയൻ പെർ സെക്കൻഡ് ആയിട്ട് എടുത്തതാണ് ഇതെന്ന് പറയുന്നത് 1 റേഡിയൻ പെർ സെക്കൻഡ് ആയിട്ട് എടുത്തതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി 1 റേഡിയൻ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നതാണ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ് 1.453 റേഡിയൻ പെർ സെക്കൻഡ് ആണ് സോ ഇതിനെ 1 റേഡിയൻ പെർ സെക്കൻഡ് എന്നുള്ളതിനെ എന്താക്കി മാറ്റണം ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അതായത് നോർമലൈസ്ഡിനെ എന്താക്കണം അൺനോർമലൈസ് ചെയ്യണം അൺനോർമലൈസ് ചെയ്യാൻ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം എസ് നെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യാം ഇവിടെ നോർമലൈസ്ഡ് ആണ് അതിനെ അൺനോർമലൈസ്ഡ് ആക്കാൻ വേണ്ടി എസ് നെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യാം So normalized transfer function h of s നെ unnormalized ആക്കാൻ s ഉള്ളിടത്തെല്ലാം s by omega c കൊണ്ട് റീപ്ലേസ് ചെയ്തു അപ്പോൾ h of s നെ h a of s എന്ന് എഴുതി 1 by s square ആയിരുന്നു അത് s by omega c the whole square plus 1.414 s ന് പകരം s by omega c plus 1 മുകളിലും താഴെയും omega c square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എന്തിട്ട് omega c square divided by omega c square ക്യാൻസൽ ആവും so s square plus ഇവിടെ ഒരു ഒമേഗ സി ഇവിടെ വരും 1.414 ഒമേഗ സി എസ് പ്ലസ് ഒമേഗ സി എസ് സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് സോ ഒമേഗ സി സ്ക്വയർ ഒമേഗ സിയുടെ വാല്യൂ ഉണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ നമുക്ക് എച്ച് ഐ ഓഫ് എസ് എന്ന് പറഞ്ഞ് കിട്ടി എച്ച് ഐ ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഡിജിറ്റൽ ഫിൽട്ടർ ആക്കുക എച്ച് ഓഫ് എസ് ആക്കി മാറ്റുക അതിന് എന്ത് ചെയ്താൽ മതി എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക 2/t into 1 minus z raised to minus 1 divided by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക So ഈ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഏതാണ് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഇൻ ടേംസ് ഓഫ് എസ് സോ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിനെ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി മാറ്റാൻ എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു 2/t into 1 minus z raised to minus 1 by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്തു ഫൈനൽ ആൻസർ ഇത് കിട്ടും അപ്പോൾ h of s എന്തായിട്ട് മാറി h of z ആയിട്ട് മാറി Next, design a single pole low pass digital filter with a 3 dB bandwidth of 0.2 pi by use of bilinear transformation applied to the analog filter HA of S omega c by S plus omega c where omega c is a 3 dB bandwidth of analog filter. So ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ആരെയാണ് ഒരു ലോ പാസ് ഡിജിറ്റൽ ഫിൽറ്ററിനെ വേണം ഡിസൈൻ ചെയ്യാൻ ഡിജിറ്റൽ ഫിൽറ്റർ വിത്ത് 3 dB bandwidth എന്ന് വെച്ചാൽ മീനിങ് എന്താണ് ഡിജിറ്റൽ ഫിൽറ്റർ വിത്ത് 3 dB bandwidth മീൻസ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിജിറ്റൽ ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ് 0.2 പൈ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് എന്ത് 0.2 പൈ ദാറ്റ് മീൻസ് സ്മോൾ ഒമേഗ സി ഈസ് ഈക്വൽ ടു 0.2 പൈ ഇനി അനലോഗ് ഫിൽറ്റർ എച്ച് ഐ ഓഫ് എസ് ന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എച്ച് ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ സി ക്യാപിറ്റൽ ഒമേഗ സി ബൈ എസ് പ്ലസ് ഒമേഗ സി
where omega c is a 3 dB bandwidth. That means it is a cutoff frequency of analog filter. Capital omega c എന്ന് പറയുന്നത് ഏതാണ്? Analog filter ന്റെ cutoff frequency. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ എന്ത് തന്നിട്ടുണ്ട്? കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ അനലോഗ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഒമേഗ സി, ക്യാപിറ്റൽ ഒമേഗ സി is equal to 2/t tan small omega c by 2. That means 0.2 pi by 2 എന്ത് കിട്ടും? 0.1 pi. ചെയ്തു വരുമ്പോൾ ഒമേഗ സി is equal to 0.65 by t എന്ന് പറഞ്ഞ് കിട്ടും. ക്യാപിറ്റൽ ടിയുടെ വാല്യൂ ഇവർ തന്നിട്ടില്ല. സോ എന്തെടുക്കാം? 1 സെക്കൻഡ് എന്ന് പെട്ടെന്ന് എടുക്കാം. സോ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? എച്ച് എ ഓഫ് എസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ ഒമേഗ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 0.65 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 0.65 എന്ന് കിട്ടും. എച്ച് എ ഓഫ് എസിനെ എച്ച് ഓഫ് ഇസഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? എസ് ഉള്ളിടത്തെല്ലാം, അതായത് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? എസ് ഉള്ളിടത്തെല്ലാം 2/t, ടിയുടെ വാല്യൂ ഇവിടെ 1 into 1 minus z raised to minus 1 by 1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. സോ എസ് ഉള്ളിടത്ത് റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 0.24 pi into 1 plus z raised to minus 1 divided by 1 minus 0.509 z raised to minus 1 എന്ന് കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല, അതുകൊണ്ടാണ് നമ്മൾ എസ് ബൈ ഒമേഗ സി കൊണ്ടൊന്ന് റീപ്ലേസ് ചെയ്യാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അൺനോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? അൺനോർമലൈസ് ചെയ്യണം.